ഹായ് മക്കളെ, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആതിര മിസ് ആണ് കേട്ടോ. എടാ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ ഇങ്ങ് എത്തി അല്ലേ? അപ്പം എൻ്റെ മക്കളൊക്കെ സെറ്റായിട്ട് പഠിച്ചിരിക്കുകയെന്ന് മിസ്സിനറിയാം. എങ്കിലും ഒന്ന് പൊടി തട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നന്നായിട്ട് പഠിക്കേണ്ടതെന്നും കൂടെ മിസ് പറഞ്ഞുതരാം. അപ്പം അതും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് മിസ്സിനും. അതേപോലെ തന്നെയാണ് എൻ്റെ മക്കൾ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണം, നല്ല സെറ്റായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം തന്നെയാണ് മിസ്സിന് നല്ല ആഗ്രഹം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ മിസ്സിൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരുമല്ലോ. ഓക്കെ, നമുക്ക് മലയാളത്തിൽ നല്ല മാർക്ക് വാങ്ങണം. മലയാളത്തിലല്ല, ബാക്കി സബ്ജക്റ്റ് ഒക്കെ വാങ്ങണം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിന്. ഓക്കെ, അപ്പോൾ മക്കളെ സെറ്റായിട്ടിരിക്കാം. മിസ് എപ്പോഴും പറയുന്ന പോലെ മിസ്സിൻ്റെ ഈ ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഉഷാറോട് കൂടി ഇരിക്കുന്ന വിശ്വാസത്തിൽ മിസ് ഇന്നത്തെ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത് മക്കളെ നമ്മുടെ പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അല്ലേ? യെസ്, എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക? അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഒരു ആകാംക്ഷയിലാണല്ലേ എൻ്റെ മക്കള്? എന്തൊക്കെയായിരിക്കും? യെസ്, മിസ് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് വരിക എന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. ആടാ എടാ, ഈ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ഓക്കെ, അപ്പം മിസ് ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോളേ. പകരം പദം, സമാന പദം, തത്സമയ വിവരണം. എടാ, 2 തത്സമയ വിവരണമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ മിസ്. ഓക്കെ, തത്സമയ വിവരണം, വിവരണം, കുറിപ്പ്, ആസ്വാദന കുറിപ്പ്, ജീവചരിത്ര കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, ഉപന്യാസം, കഥാപാത്ര നിരൂപണം, പഴഞ്ചൊൽ വ്യാഖ്യാനം, പ്രസംഗം. അയ്യോ, ഇതൊക്കെയാണോ മിസ്സേ വരുന്നത്? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമല്ലേ? ഇതൊക്കെ വന്നാലേ ഞങ്ങൾ അടിപൊളിയായിട്ട് എഴുതും, നല്ല മാർക്കോടെ തന്നെ പാസ്സാവും ചെയ്യുന്നത് നിങ്ങൾ അവിടെ കുത്തിന്ന് പറയുന്നുണ്ടായിരിക്കും അല്ലേ? മിസ്സിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം മിസ്സിൻ്റെ മക്കൾ എല്ലാവരും സെറ്റായിട്ട് പഠിച്ചിരിക്കാതെ മിസ്സിന് അറിയാടാ. എന്നാലും എന്താണ്, നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാട്ടോ മിസ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്, ആരും മറന്നു പോകരുതല്ലോ. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ചിലപ്പം ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ പഠിച്ചവനെ ഈ സബ്ജക്റ്റ് ഞാൻ മറന്നു പോയല്ലോ എന്ന് വിചാരിക്കും ചിലർ കേട്ടോ. ചില കുട്ടികളെ കാര്യമായിട്ട് മിസ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ലിസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം മക്കളെ, പകരം പദം ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എങ്ങനെ എഴുതുക? യെസ്, നമ്മൾ ഒരു പദം പറഞ്ഞു കഴിഞ്ഞാൽ ആ പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചിലപ്പോൾ എഴുതാൻ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തരും. എന്നിട്ട് ഇപ്പോൾ എന്താണ്, കണ്ണ് എന്നുള്ളതിൻ്റെ പകരം പദം ഏതാന്നൊക്കെ ചോദിക്കും അല്ലേ? എന്നിട്ട് ഇങ്ങനെ നേത്രം എന്ന് തരും, പിന്നെ വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഒക്കെ തരും. അപ്പം നിങ്ങൾ എന്താ തിരഞ്ഞെടുക്കേണ്ടത്? യെസ്, നേത്രം എന്ന് പറഞ്ഞാലാണ് കണ്ണ്. അപ്പം പകരം പദം എന്താണ്? യെസ്, നേത്രാണ് അല്ലേ? അപ്പം അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി അടുത്തതോ? യെസ്, സമാന പദം. ഇനി എന്താണ് സമാന പദം? എന്താണ്? യെസ്, ഒരേ പദത്തിലുള്ള സമാനമായിട്ടുള്ള പദം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് എഴുതണം. കേട്ടല്ലോ? അടുത്തത് എന്താണ്? തത്സമയ വിവരണം. ഒരു തത്സമയ വിവരണം എങ്ങനെയാണ് എഴുതേണ്ടത്, അത് ഏത് രീതിയിലാണ് എഴുതേണ്ടത് മിസ് കറക്റ്റ് ആയിട്ട് എൻ്റെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മിസ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ യെസ് ആവാഹിച്ച് വരുത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ എഴുതണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അടുത്തതോ? വിവരണം. സിമ്പിൾ. ഒരു വിഷയം തരും നിങ്ങൾക്ക്, അതിനെക്കുറിച്ച് ഒരു വിവരണം എഴുതാൻ പറയും. അപ്പം അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ നല്ല വ്യക്തമായിട്ട് വിവരിച്ച് എഴുതാൻ നോക്കുക. സെറ്റ് ആണല്ലോ? അപ്പൊ അതിലൊരു സംശയമില്ലല്ലോ. പിന്നെയോ? കുറിപ്പ്. സിമ്പിൾ. കുറിപ്പില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവോടാ? കുറിപ്പില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കൊരു സബ്ജക്റ്റ് തരും. ഇപ്പം മഴ എന്നുള്ള ഒരു ടോപ്പിക് തരും. ഓക്കെ, ആ മഴയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. സെറ്റ് ആണല്ലോ? ഇപ്പൊ മിസ് മഴ എന്ന് വെറുതെ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ മഴ തന്നെ വരണമെന്നില്ല, വേറെ എന്ത് വന്നാലും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുന്നു. മിസ് അറിയാടാ, എന്നാലും മിസ് പറയും എൻ്റെ മക്കളോടല്ലേ. ഓക്കെ, അടുത്ത ഏതാണ്? ആസ്വാദന കുറിപ്പ്. യെസ്, മിസ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ആസ്വാദന കുറിപ്പും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആസ്വാദന കുറിപ്പ് വന്നിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു പോയിക്കോളും. കഥയായിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, നിങ്ങൾക്ക് എക്സാമിന് ഒരു ആസ്വാദന കുറിപ്പ് വന്നിരിക്കും. അപ്പൊ എങ്ങനെയാണ് ആസ്വാദന കുറിപ്പൊക്കെ എഴുതാൻ? എങ്ങനെ വരച്ചു വാരി എഴുതാൻ പറ്റൂല. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? യെസ്, ആ ഒരു ആസ്വാദന കുറിപ്പിന്റെ
റൂൾസ് ഒക്കെ അനുസരിച്ച് വേണം നിങ്ങൾ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ. നിങ്ങൾ തയ്യാറാക്കുമല്ലോ? ആക്കുമല്ലോ? ഓക്കെ. ജീവചരിത്രക്കുറിപ്പ്. ജീവചരിത്രക്കുറിപ്പ് എന്താണ്? നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പം ആ പാഠങ്ങൾ പഠിക്കുമ്പോഴും അത് ആരുടെ പാഠാന്ന് നമ്മൾ പഠിക്കല്ലോ. പഠിക്കലുണ്ടല്ലോ. കഥാകാര് കവിയത്രിമാരൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരുപാട്. യെസ്. അപ്പം അവരിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഇയാളുടെ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ എഴുതൂലേ? നിങ്ങളെ മേലെ മിസ്സിന് നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നല്ല കിടുക്കാച്ചിയായിട്ട് എഴുതാ. സെറ്റ് അല്ലേ? ഓക്കെ. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അയ്യോ, ഇത് എഴുതുമ്പോട്ടിൽ ആദ്ര മിസ് പറഞ്ഞ കാര്യമാണ്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞോ എന്ന് പറയും നിങ്ങള്. ഓക്കെ. ആരോടെ പറയാ? മിസ്സിനോട് വന്ന് പറയും. ഓക്കെ ആണല്ലോ. പിന്നെയോ ഉപന്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പേടിക്കും. പേടിക്കേണ്ട ഒരാവശ്യമില്ല. പേടിക്കേണ്ട ആ ഒരു വിഷയേ അല്ല. ഓക്കെ ആണല്ലോ. ഉപന്യാസം തയ്യാറാക്കാൻ പറയും മിസ്. എല്ലാത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കാര്യങ്ങളും പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ വെച്ച കാച്ചിക്കോ മാർക്ക് കിട്ടടാ. ഓക്കെ. കഥാപാത്ര നിരൂപണം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കഥയറിഞ്ഞിരിക്കണം. കഥയറിയണമെങ്കിൽ പാഠപുസ്തകത്തിനെ കുറിച്ച് വിവരമുണ്ടായിരിക്കണം. പാഠപുസ്തകത്തിനെ കുറിച്ച് വിവരമുണ്ടാവണമെങ്കിൽ പാഠപുസ്തകം നന്നായിട്ട് വായിച്ചു നോക്കണം. വായിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നു വേണോട്ടോ മക്കളെ. കാരണം മിസ് ഒരുപാട് പറയുന്നുണ്ട് പുസ്തകം വായിക്കണം. വായിച്ചാലേ നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണമൊക്കെ അടിപൊളിയായിട്ട് എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പാഠത്തിലെ കഥാപാത്ര നിരൂപണമായിരിക്കും എഴുതാൻ പറയാ. അപ്പൊ നിങ്ങൾ പാഠം പഠിച്ചാലല്ലേ എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ നന്നായിട്ട് ഓരോ കഥാപാത്രങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാ. യെസ്, ഇന്ന കഥാപാത്രമാണ്, ഇന്ന കഥയിലേതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കഥാപാത്ര നിരൂപണം എഴുതാൻ കഴിയുള്ളൂ. പഴഞ്ചൊൽ വ്യാഖ്യാനം. നമ്മള് ഒരുപാട് പഴഞ്ചൊല്ലുകൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ആ പഴഞ്ചൊല്ലുകളെയൊക്കെ കുറിച്ചിട്ട് വ്യാഖ്യാനിച്ച് എഴുതാൻ പറയും. അപ്പോൾ കുറച്ച് പഴഞ്ചൊല്ലുകളൊക്കെ സെറ്റാക്കി പഠിച്ചു വെച്ചോ. ഇപ്പൊ കൃഷിനെ കുറിച്ച്, മഴയെ കുറിച്ച് അങ്ങനത്തെ ഓരോന്നും പഠിച്ചു വെച്ചോട്ടോ. 2-3 പഠിച്ചു വെച്ചോ. ഒരു കുഴപ്പമില്ല. ഒത്തിരി പഠിച്ചു വെച്ചിട്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ. പിന്നെയോ പ്രസംഗം തയ്യാറാക്കാൻ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ മിസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. എന്നാലും മിസ് പറയും, എൻ്റെ കുട്ടിയൊക്കെ ഫുൾ മാർക്ക് വാങ്ങണം. അതുകൊണ്ട് മിസ് ഒക്കെ പറഞ്ഞുതരും. ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത് എങ്ങനെയാന്ന് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം മക്കളെ, നിങ്ങൾ എക്സാം പേപ്പർ തുറക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും പ്രസംഗം തയ്യാറാക്കുക. അയ്യോ, ഇത് മിസ് പറഞ്ഞ കാര്യമാണല്ലോ എന്ന് നിങ്ങൾ പറയും. അപ്പൊ മക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച സെറ്റാക്കി പോയിക്കോളൂ. എന്തൊക്കെയാ വരിക? പകരം പദം, സമാന പദം, തത്സമയ വിവരണം, കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ്, ജീവചരിത്രക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, ഉപന്യാസം, കഥാപാത്ര നിരൂപണം, പഴഞ്ചൊൽ വ്യാഖ്യാനം ആൻഡ് പ്രസംഗം. മക്കളെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് പോയിക്കോളൂ. എക്സാമിന് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതൊക്കെ വന്നിരിക്കും. മിസ്സാണ് പറയുന്നത്. ഏച്ചുപൊട്ടി തരുന്ന വാക്കാണ്. ഏച്ചുപൊട്ടിലെ മലയാളം മിസ്സായ ആതിര മിസ് തരുന്ന വാക്കാണ് മക്കളെ. ഇതൊക്കെ പഠിച്ചു പോയിക്കോളൂ. നിങ്ങൾക്ക് ഇത് വന്നിരിക്കും. എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് കാണാം. എല്ലാവരും എക്സാം അടിപൊളി എഴുതിക്കോളൂ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.